ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ടിന് മുന്നിലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കോട്ട എന്ന നിലയിലാണ് ബേക്കൽ കോട്ട പ്രസിദ്ധമാകുന്നത്. കടൽ നിരപ്പിൽ നിന്ന് ഏതാണ്ട് 300 അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് കോട്ടയുള്ളത്. അതിബൃഹത്തും അത്ഭുതകരവുമായ നിർമ്മിതിയാണിത്. കേരളത്തിലെ പല കോട്ടകളും കടൽ തീരത്തോട് തൊട്ടാണ് കിടക്കുന്നത്. അതേസമയം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള 2/3 ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായി അലച്ചെത്തുന്ന തിരകളുടെ തലോടൽ ഏറ്റുവാങ്ങിയാണ് കോട്ടയുടെ കിടപ്പ്. കോട്ടയുടെ ഉയർന്ന കടൽഭിത്തിക്ക് മുകളിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മമായി ചെവിയോർത്താൽ കോട്ടയുടെ കീഴെ ഒന്നിനു പിറകെ ഒന്നായി അലച്ചെത്തി തല്ലിത്തകർത്ത് പൊട്ടിച്ചിതറുന്ന തിരമാലകളുടെ ചിലമ്പിച്ച ശബ്ദം നൂറ്റാണ്ടുകൾക്കപ്പുറം അവിടെ പടവെട്ടി മരിച്ച അനേകം യോദ്ധാക്കളുടെ ദീനവിലാപം പോലെ നമുക്ക് അനുഭവപ്പെടും. കോട്ടയുടെ വലം വെച്ച് ചുറ്റും വീശിയടിക്കുന്ന കാറ്റിന് ശിരസ് ഛേദിക്കപ്പെട്ട ആ ഭടന്മാരുടെ ചോരച്ചൂര് മണക്കുന്നുണ്ടോ എന്ന സംശയവും നമുക്കുണ്ടാകും. ഈ പരിസര പ്രദേശത്ത് അന്ന് ലഭ്യമായ ഉറപ്പുള്ള ചെങ്കലിലാണ് കോട്ട പണിതിരിക്കുന്നത്. ആയുധപുര, കടലിന് നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന പടക്കപ്പലുകളെ നേരിടാനുള്ള ഇടങ്ങൾ, കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ജലസംഭരണി, ഒളിത്താവളങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഭൂഗർഭ പാതകൾ, സുരക്ഷാ സന്നാഹങ്ങൾ, അപകടത്തിൽപ്പെടുന്നവർക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായി കണക്കുകൂട്ടലുകളോടെയാണ് കോട്ടക്കകത്ത് ഒരുക്കിയിരിക്കുന്നത്. താക്കോൽ ആകൃതിയിലാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 50 അടിയോളം ഉയരത്തിലായി കടലിലേക്ക് തല്ലി നിൽക്കുന്ന വാച്ച് ടവർ കോട്ടയുടെ തന്ത്രപ്രധാനമായ ഒരിടമാണ്. പഴയകാലത്ത് ഭടന്മാർ ഈ ടവറിന് മുകളിൽ നിന്ന് 24 മണിക്കൂറും അറബിക്കടൽ നിരീക്ഷിക്കുമായിരുന്നു. അതുവഴി വരുത്തുന്ന പടക്കപ്പലുകളിലെ തദ്ദേശീയരും വിദേശീയരുമായ ശത്രുക്കളെക്കുറിച്ച് സൈന്യത്തിന് അപ്പോൾ അവർ വിവരം നൽകി. കോട്ടയുടെ ചരിത്രം അനുസരിച്ച് ഈ പ്രദേശം പണ്ട് കാദംബര രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക് 1645 1660 ഇടയിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. സമുദ്രതീരവും തുറമുഖ നഗരവുമായ മലബാറിൻ്റെ വാണിജ്യ പ്രാധാന്യം ആദ്യമേ ഇക്കേരി രാജാക്കന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഉൾപ്പെടെയുള്ള വൈദേശിക സുഗന്ധ വ്യാപാരികളുടെ അങ്ങോട്ടുള്ള വരവ് അവർ കണക്ക് കൂട്ടിയതാണ്. അതിനു തടയിടാനാണ് ഇക്കേരി രാജാവ് ബേക്കൽ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1763 മൈസൂർ സുൽത്താനായ ഹൈദരലി ഇക്കേരി രാജാക്കന്മാരെ തോൽപ്പിച്ച് ബദനൂറിൻ്റെ അധിപനായി. അതോടെ ബേക്കൽ കോട്ടയുൾപ്പെടുന്ന പ്രദേശം മൈസൂർ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. പക്ഷേ ഹൈദരാലി പലതവണ മലബാറിലെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ബേക്കൽ കോട്ടയിലേക്ക് കാര്യമായി പതിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ പിന്തുടർന്ന് മൈസൂർ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ടിപ്പു സുൽത്താൻ തൻ്റെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പടയോട്ട കാലത്ത് ഈ കോട്ട